അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. മാമിക്കുട്ടി ഒരു ഹായ് പറഞ്ഞോ. മീനു ഹായ്. അപ്പൊ ഇന്ന് എന്താ പരിപാടി? ഇന്ന് ഇത് എവിടെ ഇരിക്കണത്? നീ സിട്രസ് ഡാലാ? അതെന്താ സംഭവം? ആഹാ, ക്യാമ്പിങ്ങിന് ആരൊക്കെ ഉണ്ട്? മാമിക്കുട്ടി ഉണ്ടാ? അതെ ഗായ്സ്, നമ്മളപ്പം നമ്മുടെ പുതിയ വണ്ടി മേടിച്ചിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ട് എവിടേക്കും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പേര് മാറ്റിയിട്ട് കുറച്ച് ദിവസമായുള്ളൂ എങ്കിലും ക്യാമ്പിങ്ങിനോടനുബന്ധമായ പേരാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ വണ്ടി മേടിച്ചിരിക്കുന്നത് അതിനോടനുബന്ധമായ ഓവർലാൻഡിങ് അങ്ങനത്തെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയായിട്ടാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഫാമിലി ക്യാമ്പിങ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് ഗൈസ്, ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകുന്നതെന്നല്ലേ? അപ്പം നമ്മൾ പാക്ക് ചെയ്തതും, അതായത് ക്യാമ്പിങ്ങിന് എന്തൊക്കെ പ്രിപ്പറേഷൻസ് വേണം, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ തട്ടിക്കൂട്ടി പാക്ക് ചെയ്ത് കൊണ്ടുവന്നതെന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വാ. അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ ഇൻട്രോ പറയാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിർത്തിയ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് നേരം വൈകാതെ ക്യാമ്പ് സൈറ്റിലേക്ക് എത്തണം. കാരണം നമുക്ക് കുറേ പണിയുണ്ടല്ലോ. കാരണം നമ്മുടെ ടെൻറ്റെല്ലാം നിവർത്തി കെട്ടി, നിങ്ങൾക്കറിയാലോ, നമ്മുടെ ടെൻറ്റിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്ത് കഷ്ടപ്പാടൊക്കെ പെട്ടിട്ടാണല്ലോ ഇങ്ങനെ. അപ്പോൾ മീനു റെഡി ആയിട്ടിരിക്കുകയാണ് ടെൻറ്റൊക്കെ റെഡിയാക്കാൻ വേണ്ടി. മീനു ആണെന്ന് റെഡിയാക്കുന്നത് അല്ലേ മീനു? അതെ അതെ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നമ്മൾ പാക്ക് ചെയ്ത ആ കാര്യങ്ങളൊക്കെ ഇല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നു. നമുക്ക് ചെറിയ ഫാമിലി ആയതുകൊണ്ട് നമുക്ക് ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ മതിയായിരുന്നു. എന്നാലും നമ്മൾ തട്ടിക്കൂട്ടി എല്ലാം ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. വണ്ടി നിൽക്കുന്ന കണ്ടാൽ നമ്മളുടെ N7 റോട്ടിലാട്ടോ നിൽക്കുന്നത്. ക്യാമ്പിങ്ങിന് പോകാനായിട്ട് നമ്മുടെ വണ്ടി ഇതേ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ സാധനങ്ങളെല്ലാം ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളെല്ലാവരും ക്യാമ്പിങ്ങിന് പ്രിപ്പറേഷൻ ചെയ്യുമ്പം എന്താണ് മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. അത് മറന്നു പോകാതെ നമ്മൾ പാക്ക് ചെയ്യണം. അപ്പം ഞങ്ങൾ പാക്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ ഒരു 3 ദിവസത്തെ ട്രിപ്പിന് വേണ്ടി നമ്മളുടെ വീടിൻ്റെ പകുതി സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ മീനു? അപ്പം നമ്മൾ വീടൊക്കെ അടച്ചില്ലേ? വീടൊക്കെ അടച്ചു. അതെ, പകുതി വീട്ടിലെ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വണ്ടി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പയ്യെ സാധനങ്ങളെല്ലാം കയറ്റാം കേട്ടോ. അപ്പം നമുക്ക് കയറ്റുമ്പം നമ്മളിത് ഓൾറെഡി നമ്മൾ 2 ക്യാമ്പിംഗ് ചെയർ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ക്യാമ്പിംഗ് ചെയർ മെയിനാണ് ഇതിൽ ഹൈലൈറ്റ് സാധനമാണ്. പിന്നെ ഒരു ബ്രൈ സ്റ്റാൻഡ്, അതായത് ബാർബിക്യൂ സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ പോർട്ടബിൾ ഗ്യാസ്, മിനി ഗ്യാസ് ഇല്ലേ, അത് വെച്ചിട്ടുണ്ട്. ഇത് ബാക്കിലിരിക്കുന്ന നമ്മുടെ കൂളൻ്റാണ്. ഇൻ കേസ് ആവശ്യം വരുവാണെങ്കിൽ ഒരു എക്സ്ട്രാ ഇരുന്നത് വെച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള സാധനങ്ങളാണ് നമ്മൾ കയറ്റാൻ പോകുന്നത്. ബാക്കി മാമി പറയും. ബാക്കി ഇതേ ബുക്ക് എടുക്കുക, എന്നിട്ട് അത് പാക്ക് ചെയ്യാം. ഓക്കെ, ബാക്കി സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മറ്റേ ടെൻറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ പായ, അത് ടെൻറ്റിൻ്റെ അടിയിലിടാനായിട്ട്. അപ്പം ഈ പായയാണ് ആദ്യം കയറ്റാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ, എന്നിട്ട് നമ്മൾ കയറ്റുവാണേ. ഇത് നമ്മുടെ ടെൻറ്റും ബെഡും, അതായത് എയർ മാട്രസില്ലേ അതും. ഇത് ടെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ വീഡിയോയിൽ. പിന്നെ ഇത് നമ്മുടെ എയർ അടിക്കുന്നത്, ബെഡിന് വേണ്ടി എയർ അടിക്കുന്നതും. പിന്നെ ദേ ഇവിടെ പില്ലോ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കൂളർ ബോക്സ് ഉണ്ട് കേട്ടോ, ഐസ് കൂളർ ബോക്സ് ഉണ്ട്. അത് നമ്മളിപ്പോൾ മീറ്റൊക്കെ മേടിക്കുവാണെങ്കിൽ ഐസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെക്കാം. തൽക്കാലത്തേക്ക് ഒരു നമ്മുടെ കയ്യിൽ പോർട്ടബിൾ ഫ്രിഡ്ജൊന്നും നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ല. അതുകൊണ്ടാണ് നമ്മളിത് വഴിയെ നമുക്ക് വലിയ ട്രിപ്പുകളൊക്കെ വരുമ്പോഴേക്കും മേടിക്കാം എന്തായാലും. അപ്പോൾ അതേ സ്റ്റൗവ് നമുക്ക് മെയിനാണ്. ഒരു ചായ ഇട്ട് കുടിക്കണമെങ്കിൽ അപ്പോൾ സ്റ്റൗവ് വേണം. പിന്നെ വരുന്ന കണ്ടോ, ഇത് ബ്ലാങ്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ബ്ലാങ്കറ്റ് നമുക്ക് അവിടുത്തെ വെതർ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ തണുപ്പായിരിക്കും, ചിലപ്പോൾ ചൂടായിരിക്കും. അപ്പം അതിനനുസരിച്ച് ബെഡിലിടാനോ അല്ലെങ്കിൽ നമുക്ക് പുതയ്ക്കാനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പുതപ്പെല്ലാം നമ്മളെടുത്ത് നമ്മുടെ വേറൊരു ബാഗിൽ, ഈ ബാഗിൽ നമ്മുടെ പുതപ്പെല്ലാം ഇരിക്കുന്നുണ്ട്. ബാക്കി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്താക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മീനു ആണ്. അപ്പോൾ ബാക്കിയെല്ലാം മീനു നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ മീനു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേടി എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളത്. എവിടെ? ബ്ലാക്ക് ബാഗ് നമ്മുടെ ഡ്രസ്സാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഡ്രസ്സെല്ലാം, നമ്മുടെ 2 പേരുടെ ഡ്രസ്സ് അതിലാണ് പാക്ക് ചെയ്താക്കുന്നത്. അപ്പം ഞങ്ങൾ പോകുന്നത് കണ്ടില്ലേ, നമ്മളുടെ ഈ ഒരു ചെറിയൊരു ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഞാനും മീനും വാമിക്കുട്ടിയും. അപ്പം ഞങ്ങളുടെ സാധനങ്ങൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ക്യാമ്പിങ്ങിന്. അപ്പം ഓരോരുത്തരുടെ ഫാമിലിയുടെ വലിപ്പം അനുസരിച്ചിട്ട് അവരവർ പാക്ക് ചെയ്യുമ്പം സാധനങ്ങൾ ഐറ്റംസ് കൂടും കേട്ടോ. അപ്പം ഈ ബ്ലാക്ക് ബാഗിൽ നമ്മുടെ സാധനങ്ങൾ. പിന്നെ ഇത് വാമിന്റെ, ഇതിലാണോ വാമിയുടെ ഡ്രസ്സൊക്കെ? ഇതും ഓക്കെ, ഇത് രണ്ടും വാമിയുടെ. ഓക്കെ, ഓക്കെ, ഇതിൽ മരുന്ന് ബാഗാണ്. നമ്മുടെ ടോയ്ലറ്ററീസ്, നമ്മുടെയും വാമിയുടെയും ടോയ്ലറ്ററീസ് ആയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഫുഡ്
ഉണ്ട്. ഇത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് അല്ലേ? കഴിക്കാനുള്ള സ്നാക്സ്. ഓക്കെ, അത് സ്നാക്സ്. പിന്നെന്താ, ഇത് നമ്മുടെ പ്ലേറ്റ്, ഗ്ലാസ്, അങ്ങനത്തെ ഡിസ്പോസിബിൾ പ്ലേറ്റും ഗ്ലാസ് എല്ലാം. പാത്രങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, അത് കുഴപ്പമില്ല. വാമി ചുമ്മാ ഒന്ന് സ്ലിപ്പ് ആയതാണ്, ഒന്നും പറ്റിയൊന്നുമില്ല. വാമിയ ബാഗ് ഇടാൻ നോക്കിയത് കേട്ടോ. ബാഗിന് വെയിറ്റ് ഇല്ലല്ലോ അല്ലേ? വാമീനെ നോക്കി എത്ര ഫ്രീക്കാക്കിയാലും. ടീച്ചർ ഇന്നലെ മെസ്സേജ് ചെയ്തേ. എന്താണ് ടീച്ചർ മെസ്സേജ് ചെയ്തത്? അവർ സ്ട്രഗിൾ ചെയ്യുമെന്നല്ലേ? ഹെയർ മുടി കെട്ടാൻ. അതെ, ഓക്കെ. ഇനി നമ്മുടെ ഡിസ്പോസിബിൾ പ്ലേറ്റ്സ്. പിന്നെ ഡിസ്പോസിബിൾ പ്ലേറ്റ്, കുറച്ച് നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങൾ. ഓക്കെ. പിന്നെ മാമിയുടെ ചെയർ, മാമിയുടെ ടോയ്സ്. വാമിയുടെ ചെയർ, കാരണം വാമിക്ക് ക്യാമ്പിംഗ് ചെയർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ചെയറാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ വാമിയുടെ ടോയ്സ് മെയിനാണ്. പിന്നെ അതേ അവിടെ ഒരു ബോളും കിടക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ചെരുപ്പ് സാധനങ്ങളെല്ലാം നമുക്ക് കൊണ്ടുപോകാം അല്ലേ? അല്ലേടി? പിന്നെ നമുക്ക് എന്താ മേടിക്കേണ്ടത്? നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനില്ലേ? വെള്ളം, നമുക്ക് വെള്ളം മേടിക്കണം. പിന്നെ വാമിക്ക് കുറച്ച് ഫുഡ് വേണം. വാമിക്ക് കുറച്ച് ഫുഡ് വേണം. അപ്പോൾ നമുക്ക് കയറ്റിയാലോ? അപ്പോൾ നമുക്ക് കയറ്റാം കേട്ടോ. നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. ഓക്കെ. നമുക്ക് പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ, അതായത് അവിടെ ചെന്നിട്ട് നമുക്ക് കുത്തിയിടാനൊക്കെ ഇല്ലേ, നമ്മുടെ ചാർജിങ് അങ്ങനത്തെ സാധനങ്ങൾ, ക്യാമറ ചാർജിങ് ഒക്കെ. അപ്പോൾ ഈ ഗ്യാസിൻ്റെ, ഈ പോർട്ടബിൾ ഗ്യാസിൻ്റെ ഈ സാധനം ഞാൻ ഇങ്ങനെ ആക്കി കേട്ടോ, കാരണം മറന്നു പോകരുതല്ലോ. അപ്പം നമുക്കൊരു എക്സ്റ്റൻഷൻ, നമുക്ക് അവിടെ പവർ പോയിൻ്റ് ഒക്കെ ഉണ്ടാവും ക്യാമ്പിംഗ് സൈറ്റിൽ. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ, പിന്നെ അവിടെ നിന്ന് ഇതേ പവർ ബാങ്ക് ഉണ്ട്, പിന്നെ നമ്മുടെ ചാർജ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളും ചാർജറും, പിന്നെ ഒരു ഫാൻ എടുത്തിട്ടുണ്ട് പോർട്ടബിൾ. നമുക്ക് ഇത് റീചാർജബിൾ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് അറിയില്ലല്ലോ, അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു ലാമ്പും, ഇത് റീചാർജബിൾ ട്യൂബ് ലൈറ്റ് ആട്ടോ. അപ്പം ഇത് നമുക്ക് ക്യാമ്പിൽ, അതായത് ടെൻറ്റിൽ ഹാങ് ചെയ്തിടാം. അവിടെ തന്നെ ടോയ്ലറ്റ് എല്ലാം ഉണ്ടാകും. പിന്നെ നമ്മുടെ ക്യാമറ, പിന്നെ നമ്മുടെ സാധാരണ ഫോണ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം. അപ്പം നമ്മൾ വീടെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. വീടെല്ലാം അലങ്കോലമായിട്ട് കിടക്കുവാണ്. അപ്പം നമുക്ക് യാത്ര തിരിക്കാം അല്ലേ മീനു? അല്ലേ വാമി? ഇല്ലേ, നീ വരുന്നില്ലേ? സേസ് ഓക്കെ, ലെറ്റ്സ് ഗോ. ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്ക്, ടാറ്റ. നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. വണ്ടി ഏകദേശം ഫുള്ളാക്കിയിട്ടുണ്ട്, ഫില്ലാക്കിയിട്ടുണ്ട് അല്ലടി മീനു? അപ്പോൾ വീടെല്ലാം അടച്ച് ഞങ്ങൾ ഇനി ഗ്യാരേജും കൂടി ഒന്ന് ക്ലോസ് ചെയ്യാനുള്ളൂ കേട്ടോ. നമ്മുടെ വാമിക്കുട്ടി ഇതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. വാമിക്കുട്ടിയും എല്ലാവരും സെറ്റായിട്ടിരിക്കുന്ന വാമിക്കുട്ടിക്ക് നാണോട്ടാ. പിന്നെ നമ്മുടെ പില്ലോസ് എല്ലാം ഞാൻ ഫ്രണ്ടിലാണ് വെച്ചത്, കാരണം മീനും വാമിയും പുറകിലാണ് ഇരിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഫുഡ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുമല്ലേ? അപ്പം നമുക്ക് വണ്ടി അടച്ചേക്കാം. വണ്ടി അടച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ 3 ദിവസത്തെ ഇനി നമ്മുടെ വീടും കിടപ്പും അടുക്കളയും എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് അല്ലടി മീനു? അടഞ്ഞു. അപ്പോൾ നമുക്ക് പോകല്ലേ? അപ്പം നമ്മുടെ ഫസ്റ്റ് ടെൻറ്റ് ക്യാമ്പിങ് അല്ലേ? അതും നമ്മുടെ കിടിലൻ പുതിയ വണ്ടിയിൽ, ഡിസ്കവറി വണ്ടിയിൽ നമ്മൾ ടെൻറ്റ് ക്യാമ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ നമുക്ക് വീടടച്ചേക്കാം അല്ലേ? വീടടച്ചിട്ട് നമ്മളിപ്പം നേരെ വിടുക കേട്ടോ. ഇവിടെ നിന്നൊരു 2-2.5 മണിക്കൂർ ദൂരമുണ്ട്. അത്യാവശ്യം ചൂടുള്ള ക്ലൈമറ്റാണ് ഇന്ന്. അപ്പോൾ വീടടച്ചു. നല്ല വിശാലമായിട്ട് കിടക്കുവാണ് റോഡ്. അപ്പം ഇപ്പോൾ ഒരു ഉച്ച സമയം. നമുക്ക് അവിടെ ക്യാമ്പിലെത്തേണ്ടത് ഏകദേശം ഒരു 2 മണി തൊട്ടാണ് നമുക്ക് ചെക്കിങ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2 മണി, 3 മണി, 4 മണി ആ സമയത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻറ്റൊക്കെ ശരിയാക്കാൻ പറ്റുള്ളൂ. ഈ കിടക്കുന്ന റോഡില്ലേ, ഇതാണ് കേപ്പ് നമീബിയ റോഡ്. അതായത് N7 എന്നാണ് ഈ റോഡിൻ്റെ പേര്. ഒറ്റ റൂട്ടാണ് നേരെ നമീബിയക്ക്. ബോർഡർ ക്രോസിങ് വരുന്നുണ്ട്. സ്പ്രിംഗ് ബോക്ക് കഴിയുമ്പോഴാണ് ബോർഡർ ക്രോസിങ്. ഇവിടെയൊക്കെ നിറച്ച് ഓസ്ട്രിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ക്യാമറയിൽ എത്രയ്ക്ക് സൂം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ കണ്ടോ, ഓസ്ട്രിച്ചുകളാണ്. പിന്നെ ഇപ്പുറത്തും 2 സൈഡിലും ഫാം ഏരിയേഴ്സ് ആണ്. ഇപ്പം ഈ സമ്മർ കഴിഞ്ഞ് വിൻ്ററിലേക്ക് കിടക്കുന്നതോടുകൂടി എല്ലാവരും ഒട്ടി വലിച്ചു വരുമായിരിക്കും. ബാക്കി അങ്ങപ്പുറത്ത് കാണാം, മുന്തിരിത്തോട്ടങ്ങളെല്ലാം കാണാം. മുന്തിരി ഫാമുകളും വീറ്റ് ഫാമുകളും അങ്ങനെ സംഭവങ്ങളാണ് ഈ 2 സൈഡിലും നിൽക്കുന്നത് കേട്ടോ. ഈ റോഡ് വളരെ മനോഹരമായ റോഡാണ്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമുക്ക് ആവശ്യപ്പെട്ട സാധനങ്ങൾ, ആവശ്യമായ സാധനങ്ങൾ
പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ ചാർജിങ്ങും നമ്മുടെ ക്യാമറ ചാർജിങ്ങും പിന്നെ നമുക്ക് കിടക്കാനുള്ള ടെൻറ്റ്, അതാണ് ഏറ്റവും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടത് അതാട്ടോ. കാരണം നമ്മൾ പോയി ഈ കിടക്കുന്ന സ്ഥലത്ത് ചിലപ്പം വേറെ വീടുകളോ അങ്ങനത്തെ ഫെസിലിറ്റി ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കിടക്കണമെങ്കിൽ നമുക്ക് ബെഡും സാധനങ്ങളും ടെൻറ്റും അതെല്ലാം വേണം, അല്ലെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ വേണം. കാറിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്ത് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും കൊച്ചൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി, അതായത് ഇവിടെ നിന്നാണ് കേപ്പ് ടൗൺ, അവിടെയാണ് കേപ്പ് ടൗൺ കിടക്കുന്നത്. അപ്പോൾ കേപ്പ് ടൗണിൽ നിന്ന് വരുന്ന വഴിയാട്ടോ ഇത്. നമുക്ക് ഈ വഴി അങ്ങ് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. നമ്മളിന്ന് പോകുന്നത് സിട്രസ് ഡാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺട്രി സൈഡിലേക്കാണ് പോകുന്നത്. കേപ്പ് ടൗണിൽ നിന്ന് ഏകദേശം 160 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അവിടെ നിന്ന്, അതായത് സിട്രസ് ഡാലിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ പിന്നെ നമുക്ക് ഉള്ളിലേക്ക് പോകണം. എന്നിട്ട് വേണം നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ആ ക്യാമ്പ് സൈറ്റിൽ എത്താൻ വേണ്ടി. അപ്പോൾ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ നിർത്തി, ഏതോ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ നിർത്തി. അപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയ സ്ഥലത്ത് ടേബിളും ഇങ്ങനെ ഈ വിശ്രമിക്കാനായിട്ടുള്ള റെസ്റ്റിംഗ് ഏരിയാസ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഈ ടേബിളിൽ നിറച്ച് കിളികൾ അപ്പിയിട്ട് വെച്ചാക്കും കേട്ടോ. അന്നേരം ഞങ്ങൾ എന്ത് ചെയ്തു, ഈ സീറ്റിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കിളികളപ്പി ഒന്നും ഇട്ടിട്ടില്ല. നമ്മളിതേ ഫുഡൊക്കെ കൊണ്ടുവന്നു. മീനോ എന്ത് ഫുഡാടി കൊണ്ടുവന്നാക്കുന്നത്? പൊതിച്ചോറാ? എൻ്റെ പൊന്നോ, അടിപൊളി കേട്ടോ. പൊതിച്ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറൈറ്റി ആയി. നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ പൊതിച്ചോറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നൊസ്റ്റാൾജിക് സെറ്റപ്പാണ് കൂടി. അതെ, വാഴല ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആർട്ടിഫിഷ്യൽ വാഴലയിൽ ചോറ് പൊതിഞ്ഞു. ഓഹാ, ഇത് കണ്ടാ നിങ്ങൾ, ഇത് നോക്കിക്കേ. നമ്മുടെ നാട്ടിലെ പണ്ട് പൊതിച്ചോറ് വരില്ലേ, ആ ഒരു സെറ്റപ്പ്. അതായത് ദേ ചോറുണ്ട്, എൻ്റെ വായൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ചോറുണ്ട്, ദേ ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ ദേ ബീഫ് വരട്ടിയത്, പിന്നെ മുട്ട ഓംപ്ലേറ്റ്, പിന്നെ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് തേങ്ങാ ചമ്മന്തി, തേങ്ങ മുളകിട്ട ചമ്മന്തി. അല്ലേടി മീനു? തേങ്ങ മുളകിട്ട ചമ്മന്തി. പിന്നെ എന്താ, സാമ്പാറോ? അതെ, ദേ ഇവിടെ ദേ സാമ്പാർ, ദേ ഈ ഒരു ഇതിൽ സാമ്പാറും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാറൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഈ ഫുഡ് കഴിക്കണം. അപ്പോൾ ഞങ്ങളൊന്ന് ഫുഡൊന്ന് കഴിച്ചിട്ട് വരട്ടെ. ബാക്കി കാര്യങ്ങൾ നമ്മളെവിടേക്കാണ് പോകുന്നത്, എന്താണ് സംഭവം, എങ്ങനെയാണ്, എന്താണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ എല്ലാം നമുക്ക് വഴിയെ കാണാം. എന്ത് ടേസ്റ്റാണെന്നറിയുക ഗൈസ്, നമ്മുടെ ആ ഒരു പൊതിച്ചോറ് ഇങ്ങനത്തെ ട്രിപ്പൊക്കെ പോകുമ്പം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റില്ലേ ഭയങ്കര ടേസ്റ്റാട്ടോ. അത് പറഞ്ഞറിയാൻ പറ്റില്ല, അമ്മാതിരി ടേസ്റ്റ്. ശരിക്കും വളരെയായിരുന്നു, ഒത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ? അതെ, എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് ഇല്ലേ? അതുകൊണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കൂ, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ആരും മറക്കരുത്. നമ്മുടെ കിടുക്കാച്ചി എപ്പിസോഡ്സ് നമുക്ക് ഇനി വരുന്നുണ്ട്. നമ്മുടെ ഓവർലാൻഡിങ്ങും ക്യാമ്പിങ്ങും എന്ന് വേണ്ട, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആഫ്രിക്കയിലെ, സൗത്ത് ആഫ്രിക്കയിലെ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ വരും നമ്മുടെ ചാനലിൽ. അല്ലേ വാമിക്കുട്ടി? ആണോ? യെസ് നോറാ. വാമിക്കുട്ടിയെ വണ്ടി കയറിയപ്പോൾ തന്നെ കിടന്നുറങ്ങി. പിന്നെ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് എഴുന്നേക്കുന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞെന്താണെന്നറിയോ? എത്തിയാ എന്നും പറഞ്ഞിട്ടാണ് എഴുന്നേക്കുന്നത് തന്നെ. അത് വിചാരിച്ച് വേറെ എവിടെ എത്തിയെന്നാണ് വിചാരിച്ചത്. അപ്പം ഭക്ഷണം കഴിക്കട്ടെ. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാവേ. ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ദേ വാമിക്കുട്ടി ഇതേ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മീനു, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ഫുഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ ഡിസ്കാർഡ് ചെയ്തു, വേസ്റ്റൊക്കെ വന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് പോകാം. എത്ര പെട്ടെന്ന് എത്തുന്നോ അത്രയും നല്ലതാണ്. അതായത് 2 മണിക്കാണ് ചെക്കിങ് ഉണ്ടായിരുന്നത്. 2 മണി കഴിഞ്ഞിട്ട് എത്ര പെട്ടെന്ന് എത്തുന്നോ അത്രയും നല്ലതാണ്. നമുക്ക് അവിടെ ചെന്നിരുന്ന് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാം. നമ്മൾ കുക്കിംഗ് ഒന്നുമില്ല ഇന്ന്, കാരണം നമ്മൾ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നാളെ വേണമെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാം. ഇന്നിപ്പം എന്തായാലും ഇല്ല, ഇത്രയും ദൂരം ഡ്രൈവൊക്കെ ചെയ്ത് വന്ന് നേരെ റെസ്റ്റ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അതായിരിക്കും അതിൻ്റെ ഒരു സെറ്റപ്പ്. എന്തായാലും നമ്മൾ റെസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്, മെയിനായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. ആ റെസ്റ്റ് ചെയ്യാൻ പോകുന്ന കൂട്ടത്തിൽ നിങ്ങളെ ഇതിൻ്റെ ആ ഒരു ക്യാമ്പിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് അതായത് ഞങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ആ എക്സ്പീരിയൻസൊക്കെ നിങ്ങൾക്കും ഷെയർ ചെയ്യാൻ, നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യാൻ പറ്റും. അതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം കേട്ടോ. സിട്രസ് ഡാലാണ് നമുക്ക് വരുന്ന ലാസ്റ്റ് ടൗൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണം. കാരണം വാമിക്കുട്ടിക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ മേടിക്കണം. അല്ല വാമിക്കുട്ടി, ജ്യൂസ് കഴിഞ്ഞാൽ ഷോമി it's finished. Good girl.
അപ്പോൾ ആമിക്കുട്ടി ജ്യൂസൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഡ്രൈവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡ്രൈവിങ്ങിൽ എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ക്യാമ്പ് സൈറ്റ് വെച്ച് പിടിക്കാം. നമുക്കേ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ, അതായത് വാമിക്ക് കുറച്ച് ഫുഡും ഐറ്റംസും അങ്ങനെ കുറച്ച് സാധനങ്ങൾ, നമ്മൾ മറന്നുപോയ തേയില പൗഡറും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടൗണിലേക്ക് നമ്മൾ കയറി, നമ്മൾ എത്തിയിട്ടില്ല സ്ഥലം. നമ്മൾ എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ടൗൺ കണ്ടു കേട്ടോ. അപ്പോൾ ആ ടൗണിൽ കയറിയിട്ട് നമുക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇവിടെ എവിടെയാ ഷോപ്പുകളിൽ നിന്ന് കണ്ട് പിടിക്കണം. ഇതൊരു മലയടിവാരത്ത് വരുന്ന ഒരു ടൗണാണ്. നോക്കിക്കാൻ നിങ്ങൾ ആ സ്കൈ ഒക്കെ കണ്ടാവും, നല്ല ബ്ലൂ സ്കൈ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ടൗൺ കേട്ടോ, അധികം തിരക്കൊന്നുമില്ല. കൂടുതൽ ഇവിടുത്തെ കളേഡ് നിറക്കാർ ആൾക്കാരാണ് കൂടുതൽ, പിന്നെ വെള്ളക്കാരും ഉണ്ട്. അത്യാവശ്യം നല്ല ഓർഗനൈസ്ഡ് ആയ ഒരു ചെറിയൊരു സ്മോൾ വില്ലേജ് ടൗൺ ആണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വണ്ടി കയറി കേട്ടോ. നമ്മൾ ഓൾറെഡി ഇത്തിരി നേരം വൈകി. കാരണം എന്താ, നേരം വൈകിപ്പോയി. അതിൻ്റെ നേരത്തെ എത്തണമായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 മണി 4 മണിക്കെങ്കിലും അറ്റ്ലീസ്റ്റ് എത്തണം. അപ്പോൾ 4 മണിയൊക്കെ കഴിഞ്ഞ് പോയി. എനിവേ നമ്മൾ നേരത്തെ നിർത്തിയ ആ ഷോപ്പില്ലേ, അത് സിട്രസ് ഡാൽ എത്തുന്നതിനും ഒരു 50 കിലോമീറ്റർ മുന്നേ പിക്കറ്റ്ബർഗ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. വെസ്റ്റേൺ കേപ്പ് പ്രൊവിൻസിൽ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ N7 വഴി നമ്മൾ നേരെ സിട്രസ് ഡാലിലേക്ക് ഉള്ള റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പോകുമ്പം ദേ 2 സൈഡിൽ നിങ്ങൾക്ക് കാണാം ഈ ഫാം ഫീൽഡ് എല്ലാം ദേ കത്തിച്ചിട്ടിരിക്കുന്നത് കണ്ടോ. അടുത്ത വിളവെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കത്തിച്ചിട്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ സമ്മർ ടൈം കഴിഞ്ഞ് അവർ വിളവെടുത്ത് കഴിഞ്ഞ് ഇനി അടുത്ത വിത്തിടാനായിട്ട് അവർ പ്രിപ്പറേഷൻ ചെയ്യുന്നതാണ് കണ്ടോ. ഇതെല്ലാം കറുത്തിരിക്കുന്നതുണ്ടോ. കറുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീ കത്തിച്ച് കരിയിച്ച് കളഞ്ഞതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം 2 സൈഡിലും ഇവിടെ ചെടികളെല്ലാം വന്നു കഴിയുമ്പം, അതായത് വിത്തെല്ലാം ഇട്ട് മുളച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പച്ചപ്പിൽ പോകാൻ വേണ്ടി. അത് വേറൊരു വൈബ്, ഇതൊരു വേറൊരു വൈബ് കേട്ടോ. അപ്പോൾ ആമിക്കുട്ടിയും മീനുക്കുട്ടിയും അവിടെ ഇരിക്കുന്നുണ്ട്. 2 പേരും അവിടെ സെറ്റായിട്ട് ഇരിക്കുക. 2 പേരും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാ. ഞാനിവിടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് 2 പേരും അവിടെ ഇരുന്നിട്ട് നല്ല ഉറക്കം. ഞാൻ നോക്കിയപ്പോൾ മീന് വായ വിളിച്ച് എങ്ങനെ കിടന്നിട്ട് ഉറക്കുന്നത്. പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല. അത് കഴിഞ്ഞത് ആമിക്കുട്ടി ആണെങ്കിൽ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റുള്ളൂ. 2 പേരും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വണ്ടി കൊള്ളാട്ടോ, അടിപൊളി വണ്ടി. നമുക്ക് നല്ല സെറ്റപ്പ്, നല്ല കംഫർട്ടബിൾ യാത്രയാട്ടോ. നമുക്ക് ഈ ലാൻഡ് റോവറിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയാണ് ഇതിലെ യാത്ര. മീനു, നിന്റെ അഭിപ്രായം എന്താടി? പുറകിലിരിക്കാനായിരിക്കുമല്ലോ നല്ല കംഫർട്ടബിൾ. ഇത്തിരി കൂടി അല്ലേ? ഇത്തിരി കൂടി കംഫർട്ടബിൾ പുറകിലിരിക്കാനാകുമ്പോൾ അങ്ങോട്ട്. കാരണം ഒന്നും അറിയുന്നില്ല തോന്നല്ലേ? അതെ. എന്തായാലും നമുക്ക് 4x4 ഒക്കെ പോയി പൊരിക്കണം കേട്ടാ. ഇപ്പോഴല്ല ഞാൻ ഉദ്ദേശിച്ചത്, വഴിയേ പോകണം എന്നാണ്. അപ്പം നമ്മൾ പോകുന്ന ഈ സിട്രസ് ഡാൽ എന്ന് പറയുന്നില്ലേ, പിന്നെ വരുന്ന ടൗൺ സിട്രസ് ഡാലാണ്. ഈ സിട്രസ് ഡാൽ ശരിക്കും നിലകൊള്ളുന്നത് വെസ്റ്റേൺ കേപ്പ് പ്രൊവിൻസിലെ സീഡർബർഗ് എന്ന് പറഞ്ഞ മലനിരകളുടെ അടിവാരത്താട്ടോ ഈ നിലകൊള്ളുന്നത്. ഈ ചെറിയൊരു സ്മോൾ വില്ലേജ് ടൗൺ വളരെ മനോഹരമാണ്. ഇവർ ശരിക്കും ഫോക്കസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം, സിട്രസ്. അതായത് നമ്മളുടെ സിട്രസ് ആസിഡ് എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്? ഓറഞ്ച് അല്ലെങ്കിൽ നാരങ്ങ എന്നീ ഫ്രൂട്ട്സിൽ നിന്നൊക്കെ അല്ലേ. അപ്പം മെയിനായിട്ട് ഈ സിട്രസ് ഡാൽ എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം തന്നെ ഇവരുടെ കൃഷി അല്ലെങ്കിൽ വരുമാന മാർഗം സിട്രസ് തരുന്ന, അതായത് ഓറഞ്ച് നാരങ്ങ അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇവർ മെയിനായിട്ട് കൃഷി ആയി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ എക്കണോമി, അതായത് ഈ ഒരു വില്ലേജിൻ്റെ എക്കണോമി തന്നെ ഈ ഒരു കൃഷിയാണ്. നാരങ്ങയും ഓറഞ്ചും ആണ് ഇവരുടെ മെയിൻ വരുമാനം. ഇത് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, കേപ്പ് നമീബിയ റൂട്ട്. ആഹാ, വളരെ മനോഹരമായൊരു റൂട്ടാണ് കേപ്പ് നമീബിയ. എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ നമീബിയ എന്ന് പറയുന്നത്. വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന നമീബിയക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഡെസേർട്ട് ഡ്രൈവും പിന്നെ ഈ ലാൻഡ്സ്കേപ്പും എല്ലാം കൊണ്ടും വളരെ വളരെ അവരുടെ ഈ കൾച്ചർ തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
വ്യത്യസ്തമായ കൾച്ചറുകളും ട്രൈബൽ കമ്മ്യൂണിറ്റിയും അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് നമീബിയ. അപ്പോൾ അവിടേക്കുള്ള ഡ്രൈവും അത്രയ്ക്ക് മനോഹരമാണ്. ഓവർലാൻഡിങ് ഒക്കെയാണ് അവിടെ ആൾക്കാർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് തന്നെ. നമ്മൾ നേരത്തെ ദൂരേന്ന് കണ്ട ആ സീഡർബർഗ് മലനിരകൾ ഇത് നമ്മുടെ അടുത്തെത്തിയിരിക്കും കേട്ടോ. നമ്മളിനി പയ്യെ നമ്മൾ ആ മല കയറുവാണ്. സൈഡിൽ കൂടെ മല കയറി ചെറുതായിട്ടൊന്ന് ഇറങ്ങും. അത്ര വലിയ ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളൂ. അപ്പം അങ്ങനെ മലകയറ്റമാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്, വാമി ഉണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങളൊരു ഓറഞ്ച് തോട്ടത്തിൽ വന്ന് സ്റ്റേ ഒക്കെ ചെയ്തിരുന്നു, ഞാനും മീനും ഒക്കെ. അപ്പം വളരെ ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആയിരുന്നു. ആ അക്കോമഡേഷൻ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വരണം എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പം ഈ ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം ആ അക്കോമഡേഷൻ അവർ വിറ്റുപോയി. ഓൾഡ് ഓണറാണെങ്കിൽ അവർ വിറ്റുപോയി. ഇപ്പോൾ വേറെ ആളുടെയിലാണ് നിൽക്കുന്നത്. അവരാണെങ്കിൽ വാടകയ്ക്കൊന്നും കൊടുക്കുന്നില്ല. മീൻസ് ഈ BNB അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ദേ നമ്മൾ പാസ് കയറുമ്പോൾ നമുക്ക് സൈഡിൽ ഇത് എല്ലായിടത്തും വിശ്രമ സ്ഥലങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്രമ സ്ഥലങ്ങളെല്ലാം ദേ അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്നൊരു പോയിന്റ് കൂടി ഉണ്ട്. പക്ഷേ നമുക്കിപ്പം നിർത്താനായിട്ട് സാഹചര്യമില്ല. കാരണം ഇവിടെ 5 മണിയായി. നമുക്കിനി ചെന്നിട്ട് വേണം ടെൻറ്റ് ഉണ്ടാക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മളിന്ന് കിടന്നുറങ്ങുന്നത് നമുക്ക് പണി കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങൾ നോക്കിയാൽ നമ്മളിപ്പോൾ കയറി വന്ന ആ പ്രദേശത്തോട്ടൊക്കെ കാണുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലുന്നത് നേരെ സിട്രസ് വാലിയിലേക്ക് എത്തുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. നമ്മുടെ ക്യാമ്പ് സൈറ്റിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ലെഫ്റ്റ് തിരിഞ്ഞ് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ടാർട്ടർ റോഡിൽ തന്നെയാണ് നമ്മൾ കിടന്നത്. നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ ഓഫ് റോഡൊന്നും അധികം ശ്രമിച്ചില്ല. അതിന് കാരണമുണ്ട്. കാരണമൊക്കെ ഞാൻ വഴി പറയാം. ഈ വ്യൂ കണ്ടോ, അടിപൊളി വ്യൂ അല്ലേ? നല്ല ഭംഗി കേട്ടോ, നല്ല രസമുണ്ട്. അപ്പുറത്ത് ചില സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഓറഞ്ച് തന്നെ ഇവിടെ. മുന്തിരി അല്ലാട്ടോ, മുന്തിരി കാണാൻ പറ്റുന്നില്ല. എന്നാടോ വാമിക്കുട്ടി? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ സ്ഥലം നമ്മൾ നോക്കിയിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. കോണിംഗ് സ്കോപ്പ് എന്നാണ് നമ്മൾ പോകുന്ന ക്യാമ്പ് സൈറ്റിൻ്റെ പേര് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സ്ഥലത്ത് നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ മുന്തിരി കൃഷി, അതിനോട് ചേർന്ന് തന്നെ പ്ലമ്മാട്ടോ. അത് ഉണ്ടോ? എവിടെ നോക്കിയാലും കൃഷി. അതാണ് നമ്മുടെ വെസ്റ്റേൺ കേപ്പിൻ്റെ പ്രത്യേകത തന്നെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇതാണ് നമ്മുടെ ഇന്ന് ക്യാമ്പ് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം, കോണിംഗ് സ്കോപ്പ് എന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കയറി പോകാം. നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ 28 ആണ്. അതായത് നമ്മുടെ ക്യാമ്പിംഗ് സ്പോട്ട് കിട്ടിയിരിക്കുന്നത് 28 ആണ്. നേരെ നമുക്ക് സമയം കളയാനില്ല, നേരെ ചെന്ന് നമുക്ക് ടെൻ്റ് അടിക്കാം. അല്ലടി മീനു, എന്താടി നിൻ്റെ അഭിപ്രായം? സമയം ഇട്ടാന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ഇത് നമ്മൾ ഓറഞ്ച് തോട്ടത്തിൽ തന്നെ കേട്ടോ നമ്മൾ സ്റ്റേ. ഇത് കണ്ടോ, മൊത്തം ഓറഞ്ചാണ് നിൽക്കുന്നത്. കിടന്ന് വരുമ്പോൾ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു ഡാമുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ പോന്നിട്ട് നമ്മുടെ നമ്പർ അവിടെ ക്യാമ്പ് സൈറ്റിൻ്റെ നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1 തൊട്ട് 18 വരെ റൈറ്റും 19 തൊട്ട് 37 വരെ ലെഫ്റ്റ് കേട്ടോ. അപ്പം നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. അവിടെയൊക്കെ ക്യാമ്പർമാനും അതും ഇതൊക്കെ ആയിട്ട് വന്നിട്ട് ആൾക്കാർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, ഇത് കണ്ടോ. ഇവിടെ എല്ലാം ക്യാമ്പിങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ എല്ലാവരും വന്നിരുന്ന് റിലാക്സ് ചെയ്യുന്നുണ്ടോ. ഉച്ചയ്ക്കും രാവിലെയൊക്കെ ആയിട്ട് വന്നവരായിരിക്കും. ഇവിടെ ഓവർലാൻഡിങ് ചെയ്യുന്നവരാണ് മെയിനായിട്ട്. കാരണം നിങ്ങൾക്കറിയാലോ, സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആൾക്കാരുടെ ഫേവറേറ്റാണ് ഓവർലാൻഡിങ്ങും അങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് 25, 24 അവിടെയൊക്കെ കാലങ്ങളായിട്ട് താമസിക്കുന്ന പോലെ കേട്ടോ ആൾക്കാർ വന്ന് താമസിക്കുന്നത്. നമുക്ക് 28 ആണ്. 28 നമുക്ക് ഓക്കെ മോളിൽ കൂടെ വണ്ടി കയറ്റണം കേട്ടോ. ഇതിൽ കൂടെ വന്നിട്ട് ഓക്കെ. പുല്ല് അല്ല, ആള് പറഞ്ഞത് പുല്ലുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ചൂസ് ചെയ്യാന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം എവിടെയാണ് നമുക്ക് പറ്റുന്നത്. ഇവിടെ മരമുണ്ട്, മരത്തിൻ്റെ അടിയിലാണ് പുള്ളിയുടെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് റിസപ്ഷനും കാണാം കേട്ടോ, ആ ഡാമും കാണാം. എന്തായാലും നമുക്ക് ഇവിടെ വണ്ടി നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമുക്ക് എവിടെയാണ് ടെൻ്റ് അടിക്കാൻ നോക്കിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രീൻ
ലോൺ ഏരിയ ഒന്നല്ല, നമുക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ. കാരണം അവർ പറഞ്ഞിരുന്നു ഗ്രീൻ ലോൺ ഏരിയ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തരാമെന്ന് പറഞ്ഞു. വാമിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വാമിയുടെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വാമി നോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ഈ മരത്തിൻ്റെ താഴെ തന്നെ ഇവിടെ ഒരു ടെൻ്റ് അടിക്കാം. ഇവിടെ ടെൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഉള്ള വ്യൂ നമുക്ക് റിലാക്സ് ചെയ്ത് കിടക്കാനും ഉള്ള വ്യൂ അടിപൊളിയായിരിക്കും. ഇവിടെ ഈ നല്ലൊരു വലിയൊരു മരമുണ്ട്, ഇത് കണ്ടോ. നമ്മുടെ 28 പറഞ്ഞില്ലായിരുന്നോ, ഇതാണ് 28. ഇവിടെ ഒരു ബാർബിക്യൂ സ്റ്റാൻഡ് തന്നിട്ടുണ്ട്. പിന്നെ അതേ ഇവിടെ പവർ പോയിൻറ്റും ഉണ്ട്. അപ്പം ഇത്തരം സ്ഥലങ്ങളാണ്. പിന്നെ അതേ അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി അവിടെയാണ് തന്നിരിക്കുന്നത് കേട്ടോ. ടോയ്ലറ്റ് ഫെസിലിറ്റി ഇതേ വാമിക്ക് കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ട്, വാമിയുടെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് ഒരു വ്യൂ ആക്കിയിട്ട് അങ്ങോട്ടേക്ക് നമുക്ക് നമ്മുടെ ടെൻറ്റിൻ്റെ വ്യൂ അങ്ങോട്ടേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണുന്ന വ്യൂ അങ്ങനെ അതല്ല നല്ലത്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി ഇങ്ങനെ നോക്കുമ്പം ഈ ചെറിയ മരങ്ങളും അങ്ങനത്തെ ഒരു വ്യൂ ആണ്. അപ്പോൾ വണ്ടി നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് നമ്മൾ അൺപാക്ക് ചെയ്യുവാണ് എല്ലാ സാധനങ്ങളും. വാമിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, അവൾ വന്ന് കളിച്ചായിരുന്നു. അവൾ ഇപ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ, ഈ ഡാമിനോട് ചേർന്ന് തന്നെ. ഇവിടെ പ്ലേ ഏരിയാസും ഉണ്ട്. അപ്പോൾ നമുക്ക് വാമിനെ കൊണ്ടുപോയി ഒന്ന് പ്ലേ ചെയ്യണം. അതിനുള്ളിൽ നമുക്ക് ഇവിടെ ഒന്ന് റെഡിയാക്കി എടുക്കാം ടെൻറ്റ്. ഇവിടെ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോയ്ലറ്റ് അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് രാത്രി മൂത്രമൊക്കെ ഒഴിക്കണമെങ്കിലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്ന് നേരെ ഇറങ്ങി അങ്ങോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറുണ്ട്. അപ്പം 2 അടിച്ചിട്ട് വേണമെങ്കിൽ വരണമെങ്കിൽ അതും ഓക്കെയാണ്. എങ്ങനെയുണ്ട്, സെറ്റല്ലേ? അപ്പോൾ നമ്മുടെ ടെൻറ്റ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടെൻറ്റ് പെട്ടെന്ന് ഇടട്ടെ, കാരണം ടെൻറ്റ് എങ്ങനെയാണ് വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഫാസ്റ്റായിട്ടൊന്ന് ഓടിച്ചിട്ടൊന്ന് കാണിക്കാം. അപ്പോൾ അതേ നമ്മുടെ ചെയറെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെയറെല്ലാം ഇട്ടു. ഇതേ ക്യാമ്പ് ടെൻറ്റും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ദേ കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ടെൻറ്റ്. ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ വ്യൂ വരുന്നത് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതാണ് വ്യൂ വരുന്നത്. ഇവിടെ കുറച്ച് നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രീൻ ലോൺ ഏരിയയിലല്ല, അതുകൊണ്ട് ഭയങ്കര ഡസ്റ്റ് ഉണ്ട്. അത് പക്ഷേ കുഴപ്പമില്ല. ദേ കണ്ടോ, ഇതാണ് നമ്മുടെ ബെഡ്. ഇങ്ങനെയാണ് സെറ്റ് ചെയ്താക്കുന്നത്. ഇത് അടച്ചിടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി ഇങ്ങോട്ട് കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ അടച്ചിടുന്നത്. അപ്പം വണ്ടി ഇതേ ഇങ്ങനെയും പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം 2 ചെയറിട്ട് ഇവിടെ ഞങ്ങൾ റിലാക്സ് ചെയ്ത് ഇങ്ങനെ കുറച്ചൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫുൾ സെറ്റപ്പ് കഴിഞ്ഞു. ഇതേ ഇങ്ങനെ കേട്ടോ നമ്മുടെ ടെൻറ്റ് ഇരിക്കുന്നത്. നല്ല അടിപൊളിയല്ലേ? മീൻ വന്നത് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ലാമ്പ്, ഇവിടെ ലാമ്പ് കിടന്നിരുന്നു, അത് മീൻ്റെ അടുത്ത് വെച്ചു എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ലാമ്പ് നമുക്ക് ഇവിടെ ഹാങ് ചെയ്യാം. ഇവിടെ പേഴ്സിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ കാണിച്ചു തന്നതല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കിടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ അടച്ചിടാം തൽക്കാലത്തേക്ക്. കാരണം പൊടി അല്ലെങ്കിൽ വാമി വന്നിട്ടേ അലമ്പ് കാണിച്ച് കയറുന്നുണ്ട്, അതുകൊണ്ട് പൊടി കയറണ്ട. അപ്പോൾ ഇതിങ്ങനെ അടഞ്ഞ് കിടക്കുന്നത്. വാമി ഇത് അവിടെ നല്ല കളിയാട്ടോ. നമ്മൾ വണ്ടിയിൽ നിന്ന് ഫുൾ സാധനങ്ങൾ അൺപാക്ക് ചെയ്തിട്ടില്ല, അൺപാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇവിടെ ഒരു ചെറിയൊരു ചൈൽഡ് പൂൾ പോലത്തെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ അതേ ഇവിടെ പ്ലേ സ്റ്റേഷനും അതായത് പിള്ളേരുടെ പ്ലേ ഏരിയാസ് എല്ലാം ഉണ്ട് കേട്ടോ. അവിടെയാണ്, അവിടെയാണ് റിസപ്ഷൻ വരുന്നത്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസപ്ഷൻ്റെ വ്യൂ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അത് ഇത്രയും കൂടി സൂം ചെയ്യാം. ഇതാണ് റിസപ്ഷൻ കേട്ടോ. അവിടെയാണ് ടെക് ഷോപ്പ് ഉള്ളത്. അവിടെ ഐസ് ബ്ലോക്സും ഐസ്ക്രീംസ്, പിന്നെ മിനി ബാറുണ്ട്, പിന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. നാളെ രാവിലത്തേക്ക് നമ്മൾ ഹോം മെയ്ഡ് ബ്രെഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ ചെറിയൊരു മൗണ്ടൻസും വരുന്നുണ്ട്. പിന്നെ അങ്ങ് അപ്പുറത്തെല്ലാം ഓറഞ്ച് തോട്ടങ്ങളാണ്, ഓറഞ്ച് ഫാമുകളാട്ടോ. അപ്പം ഇവിടെ അടുത്ത ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ആൾക്കാർക്കൊക്കെ അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റും. ഇവിടെ ബാർബിക്യൂൻ്റെ ഒരു ഗ്രില്ല് അവർ തരുന്നുണ്ട്. ഗ്രില്ല് നമ്മൾ കൊണ്ടുവരണം, ഡ്രം അവർ തരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൽ കൽക്കരിയെല്ലാം ഇട്ടിട്ട് നമ്മൾ മറ്റേ നമ്മുടെ ഗ്രില്ലില്ലേ, ഗ്രില്ല് വെച്ചിട്ടാണ് നമ്മുടെ ഗ്രില്ല് ഇതില്ലേ, ഈ ഗ്രില്ല് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ആൾക്കാർ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി വണ്ടിയൊക്കെ കൊണ്ടുവന്ന് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, 4x4 റൂട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ 4x4 റൂട്ടെല്ലാം പോകും. ഇത് 4x4 റൂട്ടാണോ? ഇത് 4x4. ഇത് അങ്ങോട്ടേക്ക് കയറി പോകണമെങ്കിൽ ഇത്തിരി സെറ്റപ്പാണ് അങ്ങോട്ട് കയറി പോകണമെങ്കിലേ. അപ്പം അതിൻ്റെ പുറത്തേക്ക് ഉണ്ടെന്നോ. 4x4 റൂട്ട് ഏതാണെന്ന് പുള്ളിയുടെ അടുത്ത് ചോദിക്കണം നമുക്ക്. നാളെ പോകാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോകണം.
വാൻകുട്ടി ദേ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടോ. അപ്പോൾ ദേ നമ്മുടെ പ്ലഗ് പോയിൻ്റ് ഇവിടെ ആയിട്ടോ ഇരിക്കുന്നത്. ഇതാണ് പ്ലഗ് പോയിൻ്റ്. ഇവിടെ ദേ 2 പ്ലഗ് പോയിൻ്റ് ഉണ്ട്, പിന്നെ ദേ ഇവിടെയും ഉണ്ട്. അപ്പം ഇതിൽ ഒരെണ്ണം യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നേരെ കുത്തി എക്സ്റ്റൻഷൻ ഇട്ട് നമ്മുടെ വണ്ടിയിലാണെങ്കിൽ വണ്ടിയിലേക്ക് കണക്ഷൻ കൊടുത്താൽ മതി. കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റത്തെ എപ്പിസോഡില്ലേ, നമ്മുടെ ക്യാമ്പർ വാനായിട്ട് വന്ന ആ എപ്പിസോഡ്, അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടവർക്കറിയാം. അല്ലെങ്കിൽ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് എമർജൻസി ലൈറ്റ് എല്ലാം കൊണ്ടുവന്നുണ്ട്. അതെല്ലാം റീചാർജബിൾ ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് ഓൺ സൈറ്റ് ചാർജിങ്ങിൻ്റെ ആവശ്യമില്ല. എന്നാലും നമ്മൾ എക്സ്റ്റൻഷൻ അവിടേക്ക് എടുക്കാൻ കിട്ടുവാണെങ്കിൽ നമ്മൾ എക്സ്റ്റൻഷൻ എടുക്കും. കാരണം നമുക്ക് ഫോണും ക്യാമറയും ഒക്കെ ചാർജ് ചെയ്യാനിടാം കേട്ടോ. ഇവിടെ നിന്ന് നേരെ ഇപ്പുറത്ത് തന്നെയാണ് ടോയ്ലറ്റ്. ലേഡീസും ജെൻസും സെപ്പറേറ്റ് ആണ്, ഷവർ റൂം സെപ്പറേറ്റ് ആണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അവിടെ പ്ലഗ് പോയിൻ്റ് കുത്തിയിട്ട് നമ്മുടെ എക്സ്റ്റൻഷൻ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ നമ്മുടെ മറ്റേ പോർട്ടബിൾ ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പോർട്ടബിൾ ഫ്രിഡ്ജ് ഇതിൻ്റെ ബാക്കിൽ ഈ സൈഡിലൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം ഈ പോയിൻ്റ് അങ്ങ് കൊടുത്താൽ മതി. അപ്പം നേരെ ഇതാകും നമുക്ക്. പിന്നെ നമ്മളിങ്ങനത്തെ ക്യാമ്പ് സൈറ്റ്, അതായത് സൗത്ത് ആഫ്രിക്കയിൽ സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ സദേൺ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ ഒത്തിരി സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഇങ്ങനെ ക്യാമ്പ് സൈറ്റുകൾ. ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പം ട്രിപ്പ് മോഡിനൊക്കെ പറ്റിയ ക്യാമ്പ് സൈറ്റുകളെല്ലാം ഉണ്ട്. അപ്പം ഇതെല്ലായിടത്തും ഉള്ളതാണ്, കോമൺ ആണ്. അപ്പം പക്ക സേഫാണ്. ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എൻജോയ് ചെയ്യാം. നിങ്ങൾ കണ്ടില്ലേ ഇവിടെ വേറെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് ഏരിയാസ് ഉണ്ടാകും. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസം 4 ദിവസമൊക്കെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല അടിപൊളി എൻജോയ്മെൻ്റ് ആയിരിക്കും. നല്ല മെമ്മറി നമുക്ക് കീപ്പ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നമ്മൾ റോഡ് ട്രിപ്പൊക്കെ നടത്തുമ്പോഴാണെങ്കിലും വലിയ ബഡ്ജറ്റില്ലാതെ വലിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുവാണെങ്കിൽ, അതായത് നല്ല പൈസ ചിലവില്ലാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുവാണെങ്കിൽ ക്യാമ്പിംഗ് ആണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഇത് കണ്ടോ, ഇത് നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ മുകളിലത്തേക്ക് പോകുന്ന വഴിയാണ്. ഇത് ശരിക്കും സാധാരണ ഒരു കാര്യം പറഞ്ഞെങ്കിൽ ഭയങ്കര പാടാട്ടോ. അപ്പം ഇത്തിരി 4x4 വീലുള്ള വണ്ടിയൊക്കെ വരികയാണെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ വരുന്നത്. ഇത് നോക്കി, നല്ല അടിപൊളി വ്യൂ അല്ലേ. ആഹാ, വാവ്. ഇത് ഇത്രയും കൂടി വിളിച്ചുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നത് മരങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയേക്കുന്നത് ഈ മരത്തിൻ്റെ അടിയിലായതുകൊണ്ട്. നമുക്കിവിടെ കിട്ടിയെന്നല്ല, നമുക്ക് സത്യത്തിൽ വേറെ എവിടെയെങ്കിലും ചൂസ് ചെയ്യായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു ഇതാണ് പുള്ളിയുടെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഈ മരത്തിൻ്റെ അടിയിൽ ഈ ഒരു വ്യൂവിൽ തന്നെ ഞങ്ങളെടുത്തത്. മീനോ, സ്ഥലം എങ്ങനെയുണ്ട്? നല്ല അടിപൊളി വ്യൂ അല്ലേ? അടിപൊളി വ്യൂ ആണ്. ഇത്തിരി നമുക്ക് ഇവിടെ പുല്ലിലല്ല കിട്ടിയത്, നമ്മൾ ഇത്തിരി പുല്ലാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പുല്ല് ആകാത്തതും നന്നായി തന്നെ വിചാരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. പുല്ലാണെങ്കിൽ ചെറിയ ഈ എന്താ പറയുന്ന ചെറിയ ജീവികളൊക്കെ ഇല്ലേ, അങ്ങനത്തെ അതിൻ്റെ ശല്യം ഉണ്ടായാൽ. ഇതാണെങ്കിൽ ഇത്തിരി പൊടിയാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഏതാണെങ്കിലും നമുക്ക് നല്ല വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. വണ്ടിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഞങ്ങൾ അൺപാക്ക് ചെയ്തിട്ടില്ല. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. മീനുവിന് വിശക്കുന്നുണ്ട്. ഞങ്ങൾ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിക്കുമായിരുന്നു. ഇനി ഒന്ന് കുളിക്കണ്ടേ? അപ്പോൾ കുളിക്കണം. അതെ, വാമി കൊടുക്കണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ടോയ്ലറ്റ് കാണിച്ചു തരാവേ. ടോയ്ലറ്റിൻ്റെ സംഭവങ്ങൾ ഓടി വരുമ്പം ഓക്കെ. ഇവിടെ തന്നെ ഇവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ റെഡ് കൊടുത്തിരിക്കുന്നത് ഹോട്ട് വാട്ടറും ബ്ലൂ കൊടുത്തിരിക്കുന്നത് കോൾഡ് വാട്ടറുമാണ്. അറിയാലോ, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ ബാർബിക്യൂ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുകാൻ വേണ്ടിയാണ് ഈ ഫെസിലിറ്റി. പിന്നെ ഇവിടെ ഗാർബേജ് ഇടാനായിട്ടുള്ള ഫെസിലിറ്റി. ഇത് ബീർ ബോട്ടിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ചേട്ടന്മാർ ബീറൊക്കെ അടിച്ചിരിക്കുന്നത്. ഇത് ആണുങ്ങൾക്കുള്ള ടോയ്ലറ്റ് കേട്ടോ. അപ്പം ഈ ടോയ്ലറ്റ് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്താൽ അടിപൊളി. നല്ല 100% നീറ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് കാണാമല്ലോ, നീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയാണോ ആ ഒരു ഫെസിലിറ്റിയാണ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പക്ഷേ നല്ലൊരു വൃത്തിയുള്ളതാണ്. നല്ല നീറ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്, നല്ല വൃത്തിയുള്ളതാണ്. പൊടിയൊക്കെ ഉണ്ട്, പക്ഷെ പൊടിയൊക്കെ ഉള്ള ഏരിയ ആണ്. അപ്പോൾ അതേപോലെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞത് ലക്ഷറി സെറ്റപ്പ് അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ ക്യാമ്പിംഗ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ലക്ഷറി സെറ്റപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് ഫെസിലിറ്റി കേട്ടോ. ഇനി നമുക്ക് കുളിമുറി വരുന്നത് കുളിക്കാനായിട്ട് എവിടെ? മുകളിലല്ലേ? അപ്പോൾ ഈ സ്റ്റെപ്പാണ്. അപ്പോൾ കുളിക്കാൻ ആയിട്ട് ഫെസിലിറ്റി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു സെറ്റപ്പ് തന്നെയാണ്. ഇതാണ് പെണ്ണുങ്ങളുടെ ടോയ്ലറ്റ് കേട്ടോ. അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.
ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പം ലൈറ്റ് ഇല്ല. ലൈറ്റ് ഇട്ടു. അപ്പം ദേ ഇവിടെ ഒരു വാഷിംഗ് ബേസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഷവർ റൂം. ഷവറാട്ടോ ഉള്ളത്. അപ്പോൾ ഷവർ റൂമാണ് അവിടെ നിൽക്കുന്നത്. ഇവിടെ ഡോറുണ്ട്, ഇവിടെ ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്. അപ്പോൾ ഇതേപോലെ 1 2 3 4 ഷവർ റൂമുണ്ട്. അപ്പം ഇവിടെ ഒത്തിരി സൈറ്റുകളുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഫുള്ളൊന്നുമല്ല. ഇന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഫുള്ളല്ല. ബാക്കി എല്ലായിടത്തും വിളിച്ചു കഴിഞ്ഞപ്പോഴേ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം മാമിക്കുട്ടി ഇവിടേക്ക് എത്തിയപ്പോഴേക്കും ഓക്കെ. ഇപ്പം ആരും ഇവിടെ യൂസ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവിടെ കുളത്തിൽ പോയി കുളിക്കുന്നത് ഞാൻ കണ്ടായിരുന്നേ. അപ്പം എല്ലാവരും കുളത്തിലൊക്കെ പോയി സെറ്റായിട്ടിരിക്കുക. നമ്മൾ ഫുഡ് കൊണ്ടുവന്നാക്കുന്നതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല. ആൾക്കാരെല്ലാവരും അവിടെ ബാർബിക്യൂ ഒക്കെ ഇടുന്നുണ്ട്. നമ്മൾ സത്യത്തിൽ ഫുഡ് കൊണ്ടുവന്നു. ചോറുണ്ട്, പിന്നെ ബീഫും ചിക്കനും നമ്മുടെ പൊതിച്ചോറിലുണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് ടെൻഷനില്ല. നാളെ നമുക്ക് എന്തെങ്കിലും ബാർബിക്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലേ മീനു? അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ അവസാനിപ്പിച്ചാലോ? എന്ത് പറയുന്നു? ഐ യു ഹാപ്പി? അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? നമുക്ക് ടെൻറ്റ് ക്യാമ്പിങ്. എന്ത് സാധനങ്ങളാണ്? സത്യത്തിൽ ടേബിൾ എടുത്തില്ല കേട്ടോ. ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടേബിൾ ഇട്ടിട്ട് നമ്മുടെ കിച്ചൺ ഐറ്റംസ് എല്ലാം വെക്കാം. സാധാരണ അങ്ങനെ ചെയ്യാറ്. അപ്പം ഞാൻ കാണിച്ചു തന്നതിൽ എക്സ്ട്രാ വരുന്നത് നമുക്ക് ടേബിൾ എടുക്കണം. പിന്നെ ചായപ്പൊടി ഞങ്ങൾ എടുത്തില്ല, കാപ്പിപ്പൊടി എടുത്തില്ല, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, അതായത് ഷുഗർ എടുത്തില്ല, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് എടുത്തില്ല. ടേബിൾ ഞങ്ങൾക്ക് മെയിനായിരുന്നു. ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് സാധനം ടേബിളായിരുന്നു. പിന്നെ നമുക്ക് ഇനി വലിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കൊരു മൊബൈൽ ഫ്രിഡ്ജ് മേടിക്കാം. 2000 റാൻഡ് 3000 റാൻഡിൻ്റെ ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജ് ഇത്രയും ഈ ഒരു സൈസിലുള്ള ഒരു ഫ്രിഡ്ജ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് നേരെ കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മീറ്റും അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുവരികയും ചെയ്യാം. അല്ലേ? ശരിയല്ലേ? അവിടെ നിന്ന് കൊണ്ടുവരാം. കാരണം നമുക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലോ. അല്ലേ? വീക്കെൻഡ് ആയതുകൊണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ കേപ്പ് ടൗണിൽ കിട്ടുന്ന സെയിം സാധനങ്ങൾ ഇവിടെ കിട്ടണമെന്നില്ല. കാരണം നമ്മുടെ കേപ്പ് ടൗണിൽ ഒത്തിരി വെറൈറ്റി കിട്ടും. പിന്നെ ഇവിടെ അതെ. പിന്നെ ഇവിടെ പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ കേപ്പ് ടൗണിൽ ഫുഡ് ലവേഴ്സിലൊക്കെ പല മാരിനേറ്റ് ചെയ്ത പല വെറൈറ്റീസ് കിട്ടും. ഇവിടെ കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഇവിടെ അത്രയും പോപ്പുലേഷൻ ഇല്ലല്ലോ, അത്രയും ജനസംഖ്യ ഇല്ല. പിന്നെ ടൂറിസ്റ്റുകൾ മാത്രമല്ലേ വരുന്നുള്ളൂ. എല്ലാ ടൂറിസ്റ്റുകളും മേടിക്കണമെന്നില്ല. അല്ലേ? ശരിയല്ലേ? അത് ശരിയാ. അപ്പം ഇത്രയും ദൂരെയൊക്കെ വരുമ്പോഴേ അപ്പം നമ്മുടെ കിടുക്കാച്ച് എപ്പിസോഡ്സ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കീപ്പ് വാച്ചിങ് കേട്ടോ. ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഗൈസ്. ഇപ്പോൾ സമയം ഇവിടെ 8 മണി ആകാറായി. സമയം ഇരുട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കരുത്. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. കമൻറ്റ് എല്ലാം ചെയ്തോട്ടോ. നമ്മുടെ കിടുക്കാച്ചി കണ്ടൻറ്റായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫാമിലി ക്യാമ്പിംഗ് ഇൻ ആഫ്രിക്ക, അതായത് ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിൻ്റെ പുതിയ കണ്ടൻറ്റാണ് ഇത്. നിങ്ങളെല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കയറിയിട്ടുണ്ട്, വ്യൂവും എല്ലാം കയറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും കീപ് സപ്പോർട്ടിങ് അസ്. ഞങ്ങൾ നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല. നല്ല കിടിലൻ എപ്പിസോഡ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നാളെ നമുക്ക് കാണാം. അതുവരയ്ക്കും ബൈ മാമി. ബൈ. സേ ബൈ. കൂരാക്കൂരിട്ട് തവളയൊക്കെ കരയുന്നുണ്ട് കേട്ടോ കുളത്തിൽ നിന്ന്. ഞങ്ങളിത് ക്ലോസ് ചെയ്തു. കാരണം കുറേ പ്രാണികളും ഇതൊക്കെ വരുന്നത് ഈ ലൈറ്റ് ഇട്ടിട്ടേ. അപ്പോൾ ഇതിലൊരു നെറ്റ് ഉണ്ട്. അപ്പോൾ ഇത് തുറന്നിട്ടുണ്ടെങ്കിലും വിഷയമില്ല. ഈ മോസ്കിറ്റോ നെറ്റ് പോലത്തെ ഒരു നെറ്റ് ഇവിടെ ഉണ്ട് കണ്ടോ. അതുകൊണ്ട് തുറന്നിട്ടാലും ഇപ്പോൾ ലൈറ്റ് ഉണ്ടെങ്കിലും ഈ സാധനങ്ങളൊന്നും വരത്തില്ല. മാമിയും ഞങ്ങളും എല്ലാവരും കുളിച്ചൊക്കെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് കിടന്ന് ചുമ്മാ മൊബൈലിലൊക്കെ കളിച്ച് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. അല്ലേ? ടി വി യൂട്യൂബിലൊക്കെ ഒന്ന് അല്ലേ മാമി? യെസ് ഓർ നോ? അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കിടുക്കാച്ചായിട്ട് കാണാമെന്ന് പറഞ്ഞേ. കാണാം. എല്ലാവരോടും പറ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ മാമി. സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ചെയ്യണം. ഓക്കെ. ബൈ. ഗുഡ് നൈറ്റ്. See you. I love you all. Okay.
അപ്പോൾ ഇതാട്ടോ ടെൻറ്റ് ഹൗസിലെ നമ്മുടെ കിടത്തം, നമ്മുടെ ടെൻറ്റ് ഹൗസിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തേ മാമിക്കുട്ടിയൊക്കെ കിടക്കുന്നത് കണ്ടോ, 2 തലവണയൊക്കെ വെച്ച് ഞങ്ങളുടെ തലവണ എല്ലാം വെച്ചിട്ടാണ് കിടക്കുന്നത്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇതിൽ, ഇത് കണ്ടോ നല്ല സ്പേസ് ഉണ്ട്. നമ്മളിത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൊബൈൽ ചാർജ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, ഇതാട്ടോ നമ്മുടെ ക്യാമ്പ് ലൈറ്റ്, ട്യൂബ് ലൈറ്റ് വരുന്നത്. പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയൊരു ഫാൻ ഉണ്ട്, ഇത് നമുക്ക് ആവശ്യം പോലെ യൂസ് ചെയ്യാം. ഇത് പോർട്ടബിളാണ്, റീചാർജബിളാണ്. പിന്നെ ദേ ഞാനിവിടെ കിടക്കാൻ പോകുന്നു, മീനറ്റത്ത് കിടക്കും, മാമിക്കുട്ടി ഇവിടെയും കിടക്കും, നടുക്കും കിടക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല കിടിലൻ വ്യൂ എക്സ്പീരിയൻസിൽ നമുക്ക് എഴുന്നേൽക്കുകയും ചെയ്യാം. എപ്പടി സൂപ്പർ അല്ലേ?